ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ താത്താക്കെതിരെയായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന കോടതി വിധിയെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, കോടതി വിധി വന്നിരിക്കുകയാണ്. നമ്മുടെ താത്തയോട് ഒന്നുകിൽ മുസ്ലിം മതം സ്വീകരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോവുക, അതല്ല ഹൈന്ദവ വിധിപ്രകാരം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് വരിക. അല്ലാതെ ഗുരുവായൂർ പരിസരത്ത് കയറരുത് എന്ന് തന്നെയാണ് തീർത്തും നമ്മുടെ കോടതി വിധി വന്നിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നല്ല സന്തോഷമുണ്ട് നമുക്കൊക്കെ. ഒരുപാട് പേർക്ക് വളരെയധികം സന്തോഷമായൊരു വിധിയായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു വിധി വരാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒരുപാട് നന്ദി. അതിനുവേണ്ടി ആഗ്രഹിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനിയെങ്കിലും ഈ ജസ്ന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കുട്ടിയല്ല, ഇതുപോലെയുള്ള മറ്റുള്ള ആര് തന്നെ മുന്നിലേക്ക് വന്നാലും നമ്മൾ സ്വയം വിഡ്ഢികളാവാനായിട്ട് നിന്ന് കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യനെ ഒരിക്കൽ എല്ലാവർക്കും പറ്റിക്കാം. ഇങ്ങനെ സ്ഥിരമായിട്ട് പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത് നമ്മൾ. ശരിക്കും ഇപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അവർ ഫോട്ടോ വരയ്ക്കുന്നുണ്ട്, അവരത് നല്ല വിലയ്ക്ക് തന്നെ കച്ചവടം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നത്. ഞാൻ പറയുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ നിങ്ങൾ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. സ്വയം വിഡ്ഢികളാവണോ വേണ്ടയോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടി വരയ്ക്കുന്ന ഫോട്ടോകളുടെയൊക്കെ റേറ്റ് എത്രത്തോളം ഭീകരതയുള്ളതാണ്? 5000 രൂപ തൊട്ടൊക്കെ അവർ ഓരോ ഫോട്ടോയ്ക്കും ചോദിക്കുന്ന വില. 1000 രൂപയ്ക്കൊക്കെ ഉണ്ടോ എന്തോ. ഇന്നാൾ ഒരെണ്ണത്തിൽ ഞാൻ കേട്ടു അവർ തന്നെ പറയുന്നത് 5000, 15000, 20000, 30, 40, 70000 രൂപ വരെയൊക്കെ. അർക്കർലി ഷീറ്റോ അങ്ങനെ ഏതാണ്ടൊരു ഷീറ്റ് വെച്ചിട്ടാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഏത് മണ്ടന്മാർക്കും മനസ്സിലാവും. അവർ ഈ സാധനം വരയ്ക്കാനുള്ള ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിനാണ് കൊണ്ടുവരുന്നത്. ശരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന നിങ്ങൾ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ വരയ്ക്കുന്ന ചിത്രം, അത് വലുതായാലും ചെറുതായാലും എല്ലാ ചിത്രത്തിൻ്റെയും മുഖം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ചുറ്റും ഉള്ളതും, അതായത് ബാക്ക്ഗ്രൗണ്ടും ഒരുപോലെ ആയിരിക്കും, മുഖം ഒരുപോലെ ആയിരിക്കും, ഓർണമെൻറ്റ്സിലും വ്യത്യാസമില്ല. വളരെ ചില ഫോട്ടോകളിൽ മാത്രം ഓർണമെൻറ്റ്സിൽ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ട്. ബാക്കി എല്ലാം ഒരുപോലെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ അവർ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീഡിയോകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് ഞാൻ ഇതൊക്കെ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ ഇത് ചെയ്യുന്നു, ഇത് ഞാൻ സ്വന്തമായിട്ടല്ല വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വീഡിയോയിലൊക്കെ സ്റ്റാർട്ടിങ് കാണിക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളത് കാണിക്കും, അങ്ങനെ പകുതി ആ ഫോട്ടോ അങ്ങനെ പകുതി വീതമാണ് കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്തൊരു ഫോട്ടോയും കാണിക്കും. പക്ഷേ ഇവരായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് തന്നെ കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ പോലും എല്ലാ ഫോട്ടോയ്ക്കും, അത് വലുതായാലും ചെറുതായാലും ഏത് രീതിയിലുള്ളയാലും ഒരേ ഫേസ് തന്നെ എങ്ങനെ വരാൻ പറ്റും? ചെറിയൊരു വ്യത്യാസമെങ്കിലും വരൂലേ? അവർ തന്നെ പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, അവർ ഒരു ഫോട്ടോ ചെയ്തെടുത്തപ്പോൾ 2-2.5 മാസം എടുത്തു, 1 മാസം എടുത്തെന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് അവരിടുന്നൊരു വീഡിയോയിൽ പറഞ്ഞത് അവർക്ക് ഒരു ഫോട്ടോ ഫിനിഷ് ചെയ്യുന്നതിന് 4 ദിവസം വേണ്ടി വരുമെന്ന്. ശരിക്കും അവർ പറയുന്നത് ഏതാണ് സത്യം? എന്നിട്ട് അവർ പറയുന്നത് ഫോട്ടോ വരയ്ക്കുന്നത് മാത്രമല്ല, അതിനകത്തുള്ള സകലമാന വർക്കുകളും, അത് ഈ ഫ്രെയിം ചെയ്യുന്നതുൾപ്പെടെ അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്ന്.
എനിക്ക് എനിക്കത് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതും ചെറിയ ഫോട്ടോ വരയ്ക്കുന്ന അതുപോലെ തന്നെയാണ് അവർക്കൊപ്പമുള്ള അത്രയും വലിയ ഫോട്ടോ അവർ വരയ്ക്കുന്നത്. ആ ഫോട്ടോയ്ക്കും ആ കുഞ്ഞു ഫോട്ടോയ്ക്കും ഒരേ മുഖം തന്നെയാണ്. വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതെങ്ങനെ അത്ര കറക്റ്റായിട്ട് അങ്ങനെ വരുന്നു? നോക്ക്, എല്ലാ ഫോട്ടോയിലെയും കണ്ണൊരുപോലെ, മൂക്കൊരുപോലെ, വായുടെ അവിടെ ഒരുപോലെ. ഈ 70,000 80,000 രൂപയൊക്കെ ചോദിക്കുന്ന ഈ ഫോട്ടോകൾ കാണാൻ എന്തൊരു വൃത്തിയും മെനയും ഇല്ലാത്ത ഫോട്ടോകളെന്ന് ഞാൻ പറഞ്ഞ ഇത് കേൾക്കുന്ന എല്ലാവരും വന്ന് എന്നെ പൊങ്കാലയിടും, എയറിൽ കയറ്റും. അതൊക്കെ സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ പറയുന്ന കലാകാരി നമ്മുടെ ജസ്ന പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചു തരാം. കാരണം അവരുടെ റേറ്റിനെയൊക്കെ പറ്റിയിട്ട് അവർ പറഞ്ഞത് ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഗുരുവായൂർ അമ്പലനടയിൽ ഇഷ്ടം പോലെ കണ്ണൻ്റെ ഫോട്ടോ ചീപ്പ് റേറ്റിന് കിട്ടുമെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്യാൻ അതിന് മാത്രം സമയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് അവിടെ ഇത്രയും ചീപ്പ് റേറ്റിന് ഫോട്ടോ കിട്ടുന്നത്. ഈ കാണുന്നൊരു ബോർഡ് ഈ ഒരു രൂപത്തിലേക്കാക്കി മാറ്റാൻ ഞാൻ എടുക്കുന്ന സമയം 4 ദിവസമാണ്. ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് അവർ പറയുന്നത്. അവരിടുന്ന മെറ്റീരിയൽസിനൊക്കെ ഭയങ്കരമായിട്ട് കാശാവും, അത്രയ്ക്ക് എഫേർട്ട് എടുത്താണ് അവർ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ താൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ 70,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും ഒക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഈ ചിത്രങ്ങൾ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചാലും 10 രൂപ കൊടുത്ത് മേടിച്ച് വെക്കുന്ന ആ ചിത്രങ്ങൾ വെച്ചാലും രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. ഇനി എമൗണ്ട് കൂടിപ്പോയി, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒരു ചിത്രം കൊണ്ടുവച്ചു എന്ന് കരുതിയിട്ട് 5 രൂപയ്ക്ക് കിട്ടിയ ഒരു ചിത്രവും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ 1 കോടിയുടെ ചിത്രത്തിന് പ്രത്യേക ചൈതന്യമൊന്നും ഉണ്ടാവത്തില്ല. ഭക്തൻ്റെ മനസ്സിലാണ് ചൈതന്യം ഉണ്ടാവുന്നത്. നമ്മൾ നിറഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ ആവശ്യം കൂടിയില്ല, അവിടെ ഭഗവാന്റെ ചൈതന്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഹൈന്ദവർ സന്ധ്യാസമയത്ത് നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് കുടിക്കാനൊരു ഇത്തിരി ഒരു കിണ്ടി വെള്ളവും അതിൽ ഒരു തുളസിപ്പൂവും പൊട്ടിച്ചിട്ട് നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവച്ച് തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ ചിത്രം ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, മനസ്സിലുണ്ടാവും ചിത്രം, ഭക്തരുടെ മനസ്സിലാണെങ്കിൽ. ഇപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് 70,000 രൂപയുടെയും 80,000 രൂപയുടെയും ചിത്രം മേടിച്ച് പൂജാമുറിയിൽ കൊണ്ടുവച്ചെന്നും പറഞ്ഞിട്ട് അവിടെ ശ്രീകൃഷ്ണൻ വന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കത്തൊന്നുമില്ല. ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത് പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടാണെന്ന്. ആയിക്കോട്ടെ, താൻ പ്രിൻ്റ് എടുക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ചിത്രത്തിനും ഒരേ മുഖം കിട്ടുമോ? ചെറിയ ചിത്രം തൊട്ട് വലിയ ചിത്രം വരെ എല്ലാത്തിനും ഒരേ മുഖം. എന്തായാലും ഈ കൂട്ട് നിൽക്കുന്ന കുറച്ച് ഹൈന്ദവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ മേടിക്കുന്നതെന്നേ എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ ഒത്തിരി സെലിബ്രിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനേക്കാൾ ഉപരി പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്തു. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ, പ്രത്യേകിച്ചും അന്യമതസ്ഥ, അപ്പോൾ നമുക്കതൊരു ഗമ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ശരിക്കും വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ കച്ചവടം നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ കുറച്ച് വിഡ്ഢികളായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ മേടിക്കുന്നതുകൊണ്ട്. ശരിക്കും അവർ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ എല്ലാം ഫേസ് ഒരുപോലെയല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒരുപോലെയല്ലേ, കൈയൊക്കെ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ നല്ല നല്ല ചിത്രങ്ങൾ എന്തോരം ഉണ്ടെന്നറിയാമോ? ഒരുപാടുണ്ട്. കണ്ണൻ്റെ ചിത്രങ്ങൾ, മായാലീലകൾ, ഇതൊക്കെ വരയ്ക്കാനുള്ള കഴിവുണ്ടോ ഈ കൊച്ചിന്? നല്ലൊരു കലാകാരിക്കാണെങ്കിൽ എല്ലാം വരയ്ക്കാൻ കഴിയണം. പിന്നെ ഇടയ്ക്ക് വെച്ച് എല്ലാവരും ഇങ്ങനെ ഒരേ തരം ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നൊരു കണ്ണൻ്റെ പടം, അതിലും ഫേസ് അത് തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേസമയം ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണോ നമ്മൾ? എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ ചിലരൊക്കെ പറയുന്ന കേട്ടു, ജസ്ന വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം സൂപ്പറാണെന്ന്, നല്ല ഭംഗിയാണെന്ന്.
എന്നാൽ ശരിക്കും നിങ്ങൾ നല്ല ഭംഗിയുള്ള കണ്ണൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്തോ. ഇനി അത് കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കണ്ണൻ്റെ ചിത്രങ്ങൾ കാണിച്ചു തന്നേക്കാം. അതിൻ്റെ പ്രൈസ് ചിലതിൻ്റെതൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് ഹിന്ദുക്കളായാലും അല്ലാത്തവരായാലും എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ 70,000, 80,000, 50,000, 20,000 രൂപയുടെ പിന്നാലെ പോയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്ന നേരത്തിന് നിങ്ങൾക്ക് വലിയൊരു കണ്ണൻ്റെ ഫോട്ടോയാണ് വേണ്ടതെന്നെങ്കിൽ നിങ്ങൾ എന്തിന് കൂടുതൽ പറയുന്നത്, ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകളെന്ന് അടിച്ചാലും അല്ലെങ്കിൽ വെണ്ണക്കള്ളൻ എന്നടിച്ചാലും കിട്ടും. ഒരുപാട് കിട്ടും. ഗോഡ് എന്ന് കൂടി അടിക്കണം, ദൈവമാണെന്നും കൂടി അടിക്കണം. അപ്പോൾ ഒരുപാട് കിട്ടും. അതിൽ നല്ലൊരെണ്ണം നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വലിപ്പത്തിന് റെഡിയാക്കി തരും. അതിനെന്ന് വെച്ചാൽ ആവുന്നത് മാക്സിമം പോയ 2,000, 3,000 രൂപ ആവുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ചിത്രങ്ങളെല്ലാം ഒന്ന് കണ്ടോ? ഈ പടങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന്. ആദ്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാം. ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതിനുശേഷം ഉണ്ണിക്കണ്ണനെ കാണാം, വെണ്ണക്കള്ളനെ ഒക്കെ കാണാം. എന്തായാലും ഇനി ഇതുപോലുള്ള കൂത്തുകളുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരരുത്. എന്നിട്ട് സ്വയം ന്യായീകരിക്കാനായിട്ട് വീണടുത്ത് കിടന്ന് പുള്ളിക്കാരത്തി കിടന്നങ്ങ് ഉരുളും. എന്തായാലും കോടതി വിലക്കിയത് കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ കുറേ പേരുടെ പ്രാർത്ഥനയായിരുന്നു അത്, ഈ സ്ത്രീയെ ഇനി അവിടെ കയറ്റരുതെന്നുള്ള കാര്യം. കാരണം അന്ന് അവരുണ്ടാക്കിയ ബഹളം, പുകിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു അരിമണി വീണാൽ പോലും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി അത്രയ്ക്ക് ഞെരുക്കാണ്. ഒരു അരിമണി ഇങ്ങനെ ഇട്ടാൽ പോലും താഴെ എത്തത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഈ പറയുന്ന പ്രശ്നം ഉണ്ടായ ദിവസം ഗുരുവായൂരിൽ ജന്മാഷ്ടമിരുന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം അവിടെ വന്നിട്ട് പ്രൊഫൈൽ പിക്ചറിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും. ആ സ്ത്രീ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ചൊരു പ്രൊഫൈലെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു കുഞ്ഞൊരു പടമാണ്. അത് ഓർത്ത് വെച്ചിട്ട് അവരുടെ ഫേസ് അവിടെ വെച്ച് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഒപ്പം വന്നത് ഒരു 6-7 സ്ത്രീകളുണ്ടായിരുന്നു. എല്ലാവരും കൂടി കിടന്നങ്ങ് കച്ചറ, ക്ഷേത്രമാണെന്ന് പോലും നോക്കാതെ. അതേസമയം അവിടെ വച്ച് മറ്റേ ഈ പറയുന്ന സ്ത്രീ ഇവർ തല്ലാനും കൊല്ലാനും ഒക്കെ ആയിട്ട് ചെന്നല്ലോ, തെറിയൊക്കെ വിളിച്ചല്ലോ. ആ വിളിയൊക്കെ കേട്ട സ്ത്രീ ഒന്നും പ്രതികരിക്കുന്നില്ല. അവരൊന്ന് പ്രതികരിക്കുക, ഇവരെ ഒന്ന് തല്ലുക ചെയ്തിരുന്നെങ്കിൽ പിന്നെ 2 വർഗങ്ങളും തമ്മിലായിരുന്നേനെ തല്ലും കടിപിടിയും ഉണ്ടാവുന്നത്. ഈ സമാധാനത്തിൽ ഇരിക്കുന്നവർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഉള്ള സമാധാനം നശിപ്പിക്കാനും വേണ്ടിയിട്ടാണോ? അത് കോടതിക്ക് മനസ്സിലായി. ഇവരുടെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവരിനി ആ പരിസരത്ത് വരണ്ട എന്നുള്ള വിധി വന്നത്. അവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചിത്രങ്ങൾ മേടിക്കാൻ തയ്യാറാണെങ്കിൽ അവർ വിറ്റ് ജീവിച്ചോട്ടെ. അതിലിവിടെ ആർക്കും ഒരു പരാതിയില്ല, വിറ്റ് ജീവിച്ചോട്ടെ. പക്ഷേ ഊടായ്പ പരിപാടിയും കൊണ്ട് അങ്ങോട്ട് വരണ്ട, ഇനി നടക്കൂലെത്താം. അതൊക്കെ നമ്മുടെ കോടതി തടയേണ്ട രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റീൽസ് എന്നും പറഞ്ഞ് ആ ഭാഗത്ത് വരണ്ട. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഒരു കണ്ണനെയും കൊണ്ട് ഒരു മുതുക്കൊരു കണ്ണൻ, ആ കണ്ണൻ്റെ കൂടെ ഇവർ റീൽസൊക്കെ ചെയ്തു. 2 പേരും ഏകദേശം ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതായത് അവർ കണ്ണനുമായിട്ടൊരു റീൽസ് ചെയ്തതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി കണ്ടോ. അപ്പോൾ റീൽസൊക്കെ ചെയ്തതിന് ശേഷം ഇവർ മാറി നിന്നിട്ട് പിന്നീട് അടുത്തൊരു റീൽസാണ് സംസാരിക്കുന്നു. ഞാനിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചു. കണ്ടില്ലേ, ഈ കണ്ണൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. എന്താ കണ്ണൻ്റെ പേര്? അപ്പോൾ ഉടനെ കണ്ണൻ്റെ പേര് പറഞ്ഞു, ഇർഷാദെന്നോ എന്തോ ആണ് പേര് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, കേട്ടില്ലേ പറയുന്നത്? അപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ മാത്രമല്ല ഇവിടെ ഇതുപോലെ വരുന്നതെന്ന്, എല്ലാവരും ഇതുപോലെ കണ്ണന്മാരായിട്ടൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ എന്നും പറഞ്ഞിട്ടൊക്കെ. സംഭവം ഒരു പരിചയമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും വന്നിട്ട് പേര് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് അന്യമതസ്ഥനാണ് മനസ്സിലായിട്ടും ഉണ്ടാവാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ ഒരുമിച്ച് നിന്ന് റീൽസ് ചെയ്തു? അതായത് പറഞ്ഞു വച്ച് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഇവർ തലയിലിട്ടിരുന്ന ആ സ്കാർഫും ആ കണ്ണൻ്റെ ഡ്രസ്സും ഒരേ കളറായിരുന്നു.
ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആരും മണ്ടരല്ല. ജസ്റ്റിലേക്ക് മാത്രമല്ല ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നമ്മളെ കണ്ണന്മാരെങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇത്രയും നല്ല സൂപ്പർ കണ്ണന്മാരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വലിയ വലിയ കലാകാരന്മാർ ശരിയാക്കി വെച്ചിരിക്കുന്നത്, വരച്ച് വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ കണ്ണന്മാരെല്ലാവരിൽ ഈ കണ്ണന്മാരില്ലേ, ഈ നിങ്ങൾ കണ്ട കണ്ണന്മാരിൽ പല കണ്ണന്മാരെയും വരച്ചിരിക്കുന്നത് ഒരാളാണ്. ആ ഒരാൾ വരച്ച കണ്ണന്മാർക്ക് പലർക്കും പല ഫേസാണ്. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? പക്ഷെ ഇവർ വരയ്ക്കുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര തൊട്ടുള്ള ഇത്രയും വലിയ വരെയുള്ള കണ്ണനും ഒരേ മുഖമാണ് അവർക്കുള്ളത്. അതേസമയം ഇതെല്ലാം വ്യത്യസ്തമാണ്. ബാക്ക്ഗ്രൗണ്ടും അവർക്കുള്ളത് ഒരേപോലത്തതാണ്. പക്ഷെ ഇത് നോക്കൂ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം വ്യത്യസ്തമാണ്. അതാണ് കല. ഇവർ വെല്ലുവിളിക്കുന്നു. ഇവർ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് കുറേ ആളുകളെ ഇവർ പോസ്റ്റ് ഇടാൻ വേണ്ടിക്കുകയാണല്ലോ. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരുടെയുള്ള സംശയം അങ്ങ് മാറിക്കോട്ടെ, ഇവരാളുകളെ വിളിച്ചു കൂട്ടുക. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഇവർ പടം വരച്ച് കാണിക്കുക. എന്നാൽ മാത്രമേ ഇവരാണ് വരച്ചതെന്നും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയോ കുറേ പ്രിൻ്റൊക്കെ എടുത്തു ആരെയൊക്കെയോ ഇവരെ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഇത് എല്ലാ വർക്കുകളും ഞാനാണ് ചെയ്തത്, വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. എന്താ കഷ്ടം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇവളുടെ പിന്നാലെ പോയി ഇവൾക്ക് കയ്യിലിരിക്കുന്ന പണം മൊത്തവും കൊണ്ടുവന്ന് തുലയ്ക്കാതെ ആ പൈസ കുറച്ചെടുത്ത് വല്ല ക്യാൻസർ സെൻറ്ററിലോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. അല്ലാതെ ഇവളുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ പണം കൊണ്ട് കൊടുത്ത് ഒരു കൃഷ്ണനെ മേടിച്ച് ഇന്നാർ വരച്ചതാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് പൂജാമുറിയിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോണില്ല. അത് ഇത്രയുള്ള 5 രൂപയുടെ ഒരു കാർഡ് മേടിച്ച് വെച്ചാലും അതിൽ കണ്ണനുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ട്. അതിനൊരു ഫോട്ടോയുടെ ആവശ്യമില്ല. നമ്മുടെ മനസ്സിലുണ്ട് കൃഷ്ണൻ എങ്ങനെയാണെന്ന്. സ്വയം വിഡ്ഢിയലാവരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് പറയാനായിട്ട്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.